യഥാർത്ഥ ദൈവസഭയുടെ രഹസ്യാരോഹണം അഥവാ റാപ്ചർ ആസന്നമായിരിക്കുന്നു. രക്ഷ പ്രാപിക്കുവാനുള്ള അവസരം ഇനിയും അധികകാലം നീണ്ടു നിൽക്കില്ല. ദൈവകൃപയുടെ സുപ്രസാദകാലം അവസാനിക്കാറായിരിക്കുന്നു. ഇന്നും ക്രിസ്തീയ സഭകൾ തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ ബാലപാഠങ്ങളിൽ മുഴുകിയിരിക്കുന്നു. എബ്രായർ 6-ാം അധ്യായത്തിന്റെ 1-2 വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവിടെ നിന്ന് മുൻപോട്ടു പോകുവാൻ അവർക്ക് കഴിയുന്നില്ല. വിശ്വാസ സമൂഹവും ആത്മീയ അന്ധത ബാധിച്ചവരായി ലൗകിക സുഖങ്ങളിൽ അഭിരമിച്ച് ആത്മീയമായി ഉറഞ്ഞുപോയിരിക്കുന്നു. തിരുവെഴുത്തുകളിൽ ആദിയോടന്തം എടുത്തു പറയുന്ന ദൈവീക രാജ്യവും ദൈവീക ഭരണവും വെളിപ്പെടുത്തുവാൻ അവരെ ഏൽപ്പിച്ച ദൗത്യത്തിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 31 മുതൽ 47 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ദൈവീക രാജ്യവും ഭരണവും ആസന്നമായിരിക്കുന്നു. അതിനു മുൻപായി സംഭവിക്കേണ്ടുന്ന അതീവ പ്രാധാന്യം നിറഞ്ഞൊരു സംഭവമാണ് രഹസ്യാരോഹണം അഥവാ റാപ്ചർ എന്നത് ദൈവീക സത്യമാണ്. ദൈവം തന്റെ വിശ്വസ്തരായവരെ തന്നോടൊപ്പം കൂട്ടിച്ചേർക്കുന്ന അതുല്യ നിമിഷം. ഉറങ്ങിക്കിടക്കുന്ന വിശ്വാസികളെ ഉണർത്തുവാൻ അടച്ചുവച്ചിരിക്കുന്ന തിരുവെഴുത്തുകളെ വീണ്ടും തുറന്നു വായിച്ച് ധ്യാനിക്കുവാൻ, പഠിക്കുവാൻ, ഒരുക്കമുള്ളവരാകുവാൻ ഈ കാലഘട്ടത്തിൽ ഈ വിഷയമല്ലേ പഠിപ്പിക്കേണ്ടത്, പ്രസംഗിക്കേണ്ടത്? ലോകാവസാനത്തിൻ്റെതല്ല, ഈ രക്ഷാകാലഘട്ടത്തിന്റെ പരിസമാപ്തി വിദൂരമല്ലെന്ന സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്നു. രക്ഷയുടെ കാലം ഇനി അധികമില്ല. ഈ കാലഘട്ടത്തിനപ്പുറം വിശ്വാസമെന്നത് ആശ്വാസപ്രദമാകില്ല. അതിന് വില നൽകേണ്ടതുണ്ട്. ഇതാണ് സുപ്രസാദകാലം. പാപങ്ങളെക്കുറിച്ച് കുറ്റബോധമുള്ളവരായി ദൈവത്തിനു മുൻപിൽ താഴ്മയുള്ളവരാകുക, സ്വയം സമർപ്പിക്കുക. നിങ്ങളെ ദൈവത്തിൽ നിന്നകറ്റുന്ന സ്വാഭിമാനമെന്ന ശത്രുവിനെ വെടിഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തോട് അടുക്കുക. അപ്പോൾ ദൈവം നിങ്ങളോട് അടുത്തുവരും. അവിടുന്ന് ഹൃദയം നുറുഞ്ഞു വിളിക്കുന്ന ഒരു മനുഷ്യനും ഇന്നുവരെ ഉത്തരം നൽകാതിരുന്നിട്ടില്ല. സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങളുടെ വ്യക്തിജീവിതവും കുടുംബജീവിതവും സമൂഹജീവിതവും സന്തോഷം നിറഞ്ഞതാകുവാൻ, നിങ്ങളും രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ ഈ സത്യം നിങ്ങളോട് വിളിച്ചു പറയട്ടെ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമമേയുള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്ന വിശ്വസ്തരെയാണ് ദൈവം രഹസ്യാരോഹണത്താൽ എടുക്കുന്നത്. രഹസ്യാരോഹണത്തെ ശരിയായി മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഒരുക്കമുള്ളവരാകുവാൻ നമ്മെ സഹായിക്കും. രഹസ്യാരോഹണത്തെക്കുറിച്ചുള്ള ഈ ശബ്ദ സന്ദേശം ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ചയും ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഉൾപ്രേരണയും നൽകി. നിങ്ങളെ കർത്താവിന്റെ വരവിനായി ഒരുക്കമുള്ളവരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധയോടെ കേൾക്കുമല്ലോ.